കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാകരന് സീറ്റില്ല എന്നുള്ളതാണ്. അവിടെ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒപ്പം എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ പട്ടികയുടെ ഭാഗമായി ഉണ്ട്. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ, കെ സുധാകരന് സീറ്റില്ല. എൽദോസ് കുന്നപ്പള്ളി എന്ന സീറ്റ് മോഹിച്ചിരുന്ന ആൾക്ക് അവിടെ പ്രധാനപ്പെട്ട പെരുമ്പാവൂരിലെ MLAക്ക് സീറ്റില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. മനോജ് മൂത്തേടനാണ് അവിടെ മത്സരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. കായംകുളത്തെ ലിജുവിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു. കെ സുധാകരന് സീറ്റില്ല എന്ന ഏറ്റവും പ്രധാനമാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. ഒപ്പം കണ്ണൂരിൽ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നു. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കു. ഡാൻ, ആ പട്ടിക ഒന്ന് വായിക്കാമോ? വളരെ പ്രധാനപ്പെട്ട പട്ടികയാണ്. പുതുമയിൽ കെ നീലകണ്ഠൻ, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ, കല്യാശ്ശേരിയിൽ രാജീവൻ കപ്പച്ചേരി, കണ്ണൂരിൽ ടി.ഒ. മോഹനൻ. സസ്പെൻഷനുകൾക്ക് വിരാമമായിരിക്കുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ടി.ഒ. മോഹനൻ കെ സുധാകരൻ അവസാനം നിർദ്ദേശിച്ച റിജിൽ മാക്കുറ്റിയുടെ പേരിന് അവിടെ പ്രസക്തി ഉണ്ടായിട്ടില്ല. ആ ലിസ്റ്റിൽ ടി.ഒ. മോഹനന്റെ പേര് തന്നെയാണ്. മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി, അതോടൊപ്പം പട്ടാമ്പിയിൽ ടി.പി. ഷാജി, ഷൊർണൂരിൽ പി. ഹരിഗോവിന്ദൻ, കുന്നംകുളത്ത് അജയ് മോഹൻ, വടക്കാഞ്ചേരിയിൽ വൈശാഖ് നാരായണസ്വാമി, പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ, വൈപ്പിനിൽ ടോണി ചെമ്മണിക്കെതിരെ എതിർസ്വരം ഉയർന്നിരുന്നു. പക്ഷേ അവസാനം ടോണി ചെമ്മണിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ മുഹമ്മദ് അഷിയാസ്, അതായത് ദീപ്തി മേരി വർഗീസ് മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞിരുന്ന കൊച്ചിയിൽ ഒടുവിൽ മുഹമ്മദ് ഷിയാസ്, DCC അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും.